ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിനകത്തേക്ക് അതിനായിട്ട് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. അതിൽ ലേശം സോഡാപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു 5 ഏലക്ക പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പൊടിച്ച ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ഞാൻ ശർക്കര പാനി തയ്യാറാക്കി വെച്ചതാണ് കേട്ടോ. ശർക്കര ഉരുക്കി അരിച്ചെടുത്ത പാനിയാണ് അത്. ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ചെടുത്ത ബാറ്ററാണിത്. നല്ല രീതിയിൽ നമുക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലതായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം തേങ്ങ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിന് നമ്മൾ അടിക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി തേങ്ങ വറുത്തിടാറുണ്ട് ഉണ്ണിയപ്പത്തിന്. അങ്ങനെ തേങ്ങ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായതിന് ശേഷം അതിനകത്ത് ഞാൻ കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം തിന്നുമ്പോഴത്തേന് അതിനകത്ത് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി ഒന്ന് ഗോൾഡൻ കളറായി വന്ന ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് എള്ളിട്ട് കൊടുക്കുക. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അതിനുശേഷം ഞാൻ ആ മാവിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് അതൊഴിച്ച് മിക്സ് ചെയ്യും. നമ്മളിത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങനെ വറുത്തിട്ടതിന് ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ ബാറ്ററൊക്കെ നല്ല രീതിയിൽ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നല്ല രീതിയിൽ ചൂടാക്കിയ ശേഷം നല്ലോണം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ബാറ്റർ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പോഴേ നല്ല പൊങ്ങി വരുള്ളൂ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ബാറ്റർ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്ന ശേഷമാണ് ഞാൻ അതിനകത്തേക്ക് മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ആ കുഴി നികക്കെ ഒഴിച്ചു കൊടുക്കരുത്. ഒരു അര ഒഴിക്കുമ്പോഴേ അങ്ങ് നിർത്തണം, എങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ നമ്മളെ ഉണ്ണിയപ്പങ്ങൾ. ഇപ്പം ഞാൻ അത് അടിയിൽ ഭാഗം ഏകദേശം വെന്തിട്ടുണ്ട്. അതാണ് അതിങ്ങനെ പൊങ്ങി വരുന്നത്. ഇനി നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിതിനായിട്ടൊരു കമ്പി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഉണ്ണിയപ്പങ്ങൾ മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ അധികം അങ്ങ് ഗോൾഡ് കളറാക്കാനായിട്ട് നിന്നാൽ ചിലപ്പോൾ നമ്മളെ ഉണ്ണിയപ്പം കരിഞ്ഞു പോകും. ഉണ്ണിയപ്പങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഞാനിനി കോരി മാറ്റിയാണ്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. എൻ്റെ ഉണ്ണിയപ്പങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും.